شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ സൂറത്തുൽ മുദ്ദസിറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 15 ആയത്തുകൾ വരെയാണ് നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് 16 മുതൽ ഇനി നമുക്ക് പഠിക്കാം. 11-ാം ആയത്ത് മുതൽ നമ്മൾ പഠിച്ചു വരുന്നത് വലീദ് ബിൻ മുഗീറയെക്കുറിച്ചാണ്. അല്ലാഹു തആല വളരെ കടുത്ത ഭാഷയിൽ ആക്ഷേപിക്കുകയാണ് വലീദിനെ. നമ്മൾ പറഞ്ഞിരുന്നു, മക്കയിലെ ഖുറൈശികളുടെ കൂട്ടത്തിലെ വളരെ വലിയ സമ്പന്നനായ ധനാഢ്യനായ എല്ലാ പേരും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും ഒക്കെയുള്ള വലീദ് ബിൻ മുഗീറ എന്ന ആളെ അല്ലാഹു തആല ഇത്രമാത്രം കണിശമായി ആക്ഷേപിക്കാനുണ്ടായ കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. പരിശുദ്ധ ഖുർആനിനെ ആദ്യം കേട്ടപ്പോൾ അത് സത്യമാണ് എന്ന് ബോധ്യപ്പെടുകയും അതിലെന്തോ ഒരു അത്ഭുതമുണ്ട് എന്ന് മനസ്സിലാകുകയും അതിനുശേഷം ആളുകളുടെ നിർബന്ധത്തിന് വഴങ്ങി തൻ്റെ സ്ഥാനമാനങ്ങൾ പോകുമോ എന്ന് പേടിച്ച് അത് തിരുത്തി മാറ്റി പരിശുദ്ധ ഖുർആൻ വെറും സിഹ്ർ മാത്രമാണ് എന്ന് പറയുകയും ചെയ്തു. ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം. 15 വരെയുള്ള ആയത്തുകൾ നമ്മൾ അർത്ഥം പറഞ്ഞു അല്ലേ. എന്നെയും ഞാൻ ഒറ്റക്ക് സൃഷ്ടിച്ചവനെയും നിങ്ങൾ വെറുതെ വിടുക. ഞാൻ അവന് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, സമ്പത്ത് കൊടുത്തു, മക്കളെ കൊടുത്തു, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. എന്നിട്ടും എന്നിട്ടും ഇനിയും കൂടുതൽ കിട്ടണം എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. അവനെ ഞാൻ കാണിച്ചു കൊടുക്കാം, അവനെയും എന്നെയും വെറുതെ വിട്ടേക്കൂ എന്ന് അല്ലാഹു തആല പറയുന്ന രംഗം 15-ാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി അല്ലാഹു തആല പറയുന്നത് 16 മുതൽ പറയുന്നത് അവന് ലഭിക്കുന്ന ശിക്ഷകളെ കുറിച്ചാണ്. അതിനുള്ള കാരണം എന്താണ് എന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ലാ ഇന്നഹു കാന ലിആയാതിനാ അനീദാ സഉർഹിഖുഹു സഊദാ ഇന്നഹു ഫക്കറ വഖദ്ദറ ഫഖുതില കൈഫ ഖദ്ദറ ثم قتل كيف قدر ثم نظر ثم عبس وبصر ثم أدبر واستكبر فقال إن هذا إلا سحر يؤثر إن هذا إلا قول البشر صدق الله العلي العظيم. 25 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. 16 മുതൽ എന്താണ് ഈ 16-ാമത്തെ ആയത്ത് മുതൽ അല്ലാഹു പറയുന്നത്? കല്ലാ ഇന്നഹു കാന ലിആയാതിനാ അനീദ. കല്ല, അതൊരിക്കലുമില്ല. ഏതൊരിക്കലുമില്ല? ഇനിയും ഒരുപാട് കിട്ടണമെന്ന ആഗ്രഹം അല്ലേ. ഞാൻ അവനതൊന്നും ഇനി ചെയ്തു കൊടുക്കാൻ പോകുന്നില്ല. ഞാൻ അവനിനി ചെയ്യാൻ പോകുന്നത് കഠിനമായ ശിക്ഷ കൊടുക്കുകയാണ് ആഖിറത്തിൽ. ദുനിയാവിലും അങ്ങനെ തന്നെ. കല്ല, അതൊരിക്കലുമില്ല. സുമ്മയത്തുമാവാൻ നസീദെന്ന് തൊട്ടുമുമ്പ് പറഞ്ഞില്ലേ? അപ്പോൾ പറയണം കല്ല, അതൊരിക്കലുമില്ല. അങ്ങനെ വർധനവിൻ്റെ കാര്യമേ ഇനിയില്ല. ഇനി അവന് സൗകര്യങ്ങളില്ല, ഇനി അവന് ശിക്ഷയാണുള്ളത്. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, ഇന്നഹു, തീർച്ചയായും അവൻ, ആര്? വലീദ്, കാന, അവൻ ആയിട്ടുണ്ട്, ലിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളോട്, അനീദൻ, ധിക്കാരിയായിട്ടുണ്ട്. കല്ലാ ഇന്നഹു കാന ലിആയാതിന അനീദ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളോട് ധിക്കാരം കാണിച്ചവനാണവൻ. എന്നിട്ട് ഇനി എന്താണ് കിട്ടാൻ പോകുന്നത്? സഉർഹിഖുഹു സഊദാ, ദുഷ്കരമായ പ്രയാസകരമായ മല കയറാൻ ഞാൻ അവനെ നിർബന്ധിക്കാൻ പോകുകയാണ്. സഉർഹിഖുഹു സഊദാ, ഒരു കയറ്റം കയറാൻ, വലിയൊരു പ്രയാസം അനുഭവിക്കാൻ ഞാൻ അവനെ പിന്നീട് നിർബന്ധിക്കുന്നതാണ്. വളരെ പ്രയാസമുള്ള ഒരു ശിക്ഷ അനുഭവിക്കാൻ ഞാൻ പിന്നീട് അവനെ നിർബന്ധിക്കും. ഇതൊക്കെ ഇതിനർത്ഥം പറയാം. ആയത്തുൻ എന്നതിൻ്റെ പ്ലൂറലാണ് ആയാത്ത്, ദൃഷ്ടാന്തങ്ങൾ. അനീദ് എന്ന് പറഞ്ഞാൽ മാത്സര്യ ബുദ്ധിയോട് പെരുമാറുന്ന ആൾ, എന്ന് പറഞ്ഞാൽ ധിക്കാരം കാണിക്കുന്ന ആൾ, എതിര് കാണിക്കുന്ന ആൾ.
സഉർഹിഖുഹു. അർഹഖ എന്ന അറബിയിൽ പറഞ്ഞാൽ അർഹഖ യുർഹിഖു ഇർഹാഖൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കാര്യം ചെയ്യാൻ ഒരാൾ നിർബന്ധിക്കുക, അതിനാണ് അർഹഖ എന്ന് പറയുക. അപ്പൊ സഉർഹിഖു പിന്നീട് ഞാൻ നിർബന്ധിക്കും, ഹു അവനെ, സഉർഹിഖുഹു പിന്നീട് ഞാൻ അവനെ നിർബന്ധിക്കും. എന്തിന്? സഊദൻ കയറാൻ വേണ്ടി. സഈദ യസ്അദു എന്നൊക്കെ പറഞ്ഞാൽ കയറുക എന്നാണ്. മിസ്ആദ് എന്ന് പറഞ്ഞാൽ ലിഫ്റ്റിന് പറയാറുണ്ട്. മിസ്ആദ് കയറാൻ ഉപയോഗിക്കുന്ന സാധനം. അപ്പോൾ സഊദൻ എന്ന് പറഞ്ഞാൽ കയറാൻ ഞാൻ അവനെ നിർബന്ധിക്കും. ഈ സഊദൻ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് മുഫസ്സിരീങ്ങൾ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ വളരെ പ്രയാസമുള്ള ഒരു ശിക്ഷ അവനെ ഞാൻ അനുഭവിപ്പിക്കാൻ പോകുന്നു, അതിനവനെ ഞാൻ നിർബന്ധിക്കും എന്നാണ് പറഞ്ഞത്. സഊദൻ എന്ന് പറഞ്ഞാൽ അതല്ല, വലിയ ഒരു പ്രയാസകരമായ ഒരു കയറ്റം, നരകത്തിലെ ഒരു കയറ്റം കയറാൻ ഞാൻ അവനെ നിർബന്ധിക്കും. അതല്ല, മലയിലൊരു തീയിൻ്റെ പർവ്വതമുണ്ട്, ആ തീയിൻ്റെ പർവ്വതത്തിലേക്ക് ദുഷ്കരമായ ആ ഒരു മലകയറ്റത്തിന് ഞാൻ അവനെ പ്രേരിപ്പിക്കും, അവനെ നിർബന്ധിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം എന്നും മുഫസ്സിരീങ്ങൾ പറഞ്ഞു. സഉർഹിഖുഹു എന്ന് പറഞ്ഞാൽ സഉകല്ലിഫുഹു, ഞാൻ അവനെ നിർബന്ധിപ്പിക്കും. സഊദൻ എന്താണ് ഈ പറഞ്ഞത്? ഒരു മല കയറാൻ നിർബന്ധിക്കും എന്ന് പറഞ്ഞാൽ ജബലുൻ ഫിന്നാരി മിൻ നാരിൻ, അത് നരകത്തിലുള്ള ഒരു പർവ്വതമാണ്, ഒരു മലയാണ്, തീയിനാലുള്ള ഒരു മലയാണത്. ആ മലയുടെ മുകളിൽ കയറാൻ അള്ളാഹു അവനെ നിർബന്ധിക്കും. അങ്ങനെ കയ്യും കാലൊക്കെ അവിടെ തട്ടുമ്പോഴേക്ക് ഉരുകി പോകുമെന്നാണ്. വീണ്ടും ഉണ്ടാവും, വീണ്ടും ഉരുകും. അങ്ങനെ അവനെ നിർബന്ധിച്ച് ആ മല കയറ്റിക്കൊണ്ടേയിരിക്കും. അതാണ് സഉർഹിഖുഹു സഊദ എന്ന് പറഞ്ഞാൽ. നമ്മളാ പറഞ്ഞ 3 അർത്ഥങ്ങളും അതിന് ഫിറ്റാണ്. പ്രയാസകരമായ ശിക്ഷ, അതല്ലെങ്കിൽ പ്രയാസകരമായ ഒരു കയറ്റം, അല്ലെങ്കിൽ തീയിനാനുള്ളൊരു മല, ഇതൊക്കെ ആ ആയത്തിന് അർത്ഥം വെക്കാവുന്ന മുഫസ്സിരീങ്ങൾ അങ്ങനെയൊക്കെ വെച്ചിട്ടുമുണ്ട്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നത് സഊദൻ എന്ന് പറഞ്ഞുള്ള ഉദ്ദേശം നരകത്തിലൊരു പാറയാണത്. നരകത്തിലെ വലിയ ഉയരമുള്ള ഒരു പാറ, ആ പാറയിലേക്ക് അവനെ കയറ്റാൻ അല്ലാഹു തആല നിർബന്ധിക്കും. അതിലേക്ക് കയറാൻ വേണ്ടി കൈകൾ വെച്ചാലാണ് ഒന്നായിട്ട് ഉരുകിപ്പോവും. കൈ പിടിച്ചിട്ടല്ല കയറുക, വെച്ച ഉടനെ തന്നെ കൈകൾ ഉരുകും. അത് വീണ്ടും പഴയ പോലെ വരും, വീണ്ടും ഉരുകും. ഇങ്ങനെ അവനെ ശിക്ഷിക്കും. സുബ്ഹാനല്ലാഹ്. ഒരുപാട് വഴിദൂരമുള്ള, പിന്നെന്താണ് പറയുക, വർഷങ്ങളോളം എടുക്കും അതിന് മുകളിലേക്ക് എത്താൻ എന്നാണ്. 40 വർഷം എന്നൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കയറിപ്പോകുമ്പോൾ മുന്നിൽ നിന്ന് അവനെ ചങ്ങല കെട്ടുക വലിക്കുകയും പിന്നിൽ നിന്ന് അവനെ ഹാമ്മറുകൾ കൊണ്ട് അടിക്കുകയും ചെയ്യും. എന്നിട്ട് ഏറ്റവും അവസാനം മുകളിലേക്ക് എത്തിയാൽ വീണ്ടും താഴോട്ടന്നിടും. ഇങ്ങനെ അവനെ ശിക്ഷിക്കും എന്ന്. മറ്റൊരു മുഫസ്സിർ പറയുന്നത് ഈ മലയുടെ കയറ്റം, തീയിനാലുള്ള ഈ മല, ഇത് വളരെ പ്രയാസകരമായ ഒരു കയറ്റമാണ്. വളരെ നീണ്ട ഒരു കുന്നാണിത്, ഒരു മലയാണിത്. 1000 വർഷം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്രകാരം രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1000 വർഷമെടുക്കും ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ. പോകാനല്ല, അതിന് മുകളിലേക്ക് കയറി എത്തിയിട്ട് അവൻ അവിടുന്ന് വീണ്ടും താഴോട്ടിടുമെന്ന് പറഞ്ഞില്ലേ, ആ ഇട്ടിട്ട് മുകളിൽ നിന്ന് താഴോട്ടിടുമ്പോൾ നരകത്തിന്റെ അടിയിലേക്ക് എത്താൻ 1000 വർഷത്തിലധികം എടുക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത്രയും ദൂരമാണെന്നർത്ഥം. മലന്റെ മേളിലെത്തിയിട്ട് മുകളിൽ നിന്ന് താഴോട്ടിടൂലേ, അങ്ങനെ ഇട്ടിട്ട് നരകത്തിന്റെ അടിയിലെത്താൻ 1000 വർഷത്തിലധികം എടുക്കും. അത് എത്ര ഉയരം ഉണ്ടാവും നമ്മൾ ആലോചിച്ച് നോക്കിയാട്ടെ. ഓരോ ദിവസവും 70 പ്രാവശ്യത്തിലധികം അവൻ കരിഞ്ഞുകൊണ്ടിരിക്കും, ഉരുകിക്കൊണ്ടിരിക്കും. വീണ്ടും അവനെ പുതിയ സൃഷ്ടിയായി അള്ളാഹു തആല കൊണ്ടുവരും. എന്നിട്ട് വീണ്ടും അതിനെ ശിക്ഷിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ, ആമീൻ. അപ്പോൾ ഇങ്ങനെ അവിടെയുള്ള ഒരു പാറയാണ്, വലിയൊരു മലയാണ് എന്നൊക്കെ അഭിപ്രായമുണ്ട്. സൗർഹിഖുഹു സഊദ, ഒരു കയറ്റം കയറാൻ ഞാൻ അവനെ നിർബന്ധിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം ഇങ്ങനെയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വിവിധ തരത്തിലുള്ള കഠിനങ്ങളായ പ്രയാസങ്ങളായ വിവിധ തരത്തിലുള്ള ശിക്ഷകൾ ഞാൻ അവന് കൊടുക്കും, ഒരു റാഹത്തും ഞാൻ അവനോട് കൊടുക്കൂല എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതടക്കം, ഈ നരകത്തിന്റെ പർവ്വതമടക്കമുള്ള ഒരുപാട് ഇനം ശിക്ഷകൾ അല്ലാഹു തആല അവന് കൊടുക്കും. സൗർഹിഖുഹു സഊദ, ഞാൻ അവനെ പ്രയാസകരമായ ശിക്ഷകൾ പിന്നീട് അനുഭവിപ്പിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കാൻ നിർബന്ധിക്കും. മനസ്സിലായല്ലോ അല്ലേ? കല്ല ഇന്നഹു കാന ലിആയാതിന അനീദ സൗർഹിഖുഹു സഊദ. ഇതാണ് 16 17 ആയത്തുകളുടെ അർത്ഥം. അല്ലാഹു തആല നേരത്തെ പറഞ്ഞ എന്താ, വേറെ ആരുടെയും പങ്കോ സഹായമോ കൂടാതെ ഞാൻ ഒറ്റക്ക് അവനെ പടച്ചുണ്ടാക്കി, ഒരുപാട് സമ്പൽ സമൃദ്ധി നൽകി, എന്തിനും സന്നദ്ധരായ യോഗ്യരായ കുറേ മക്കളെ നൽകി എന്നു വേണ്ട വിവിധ തരത്തിലുള്ള ക്ഷേമൈശ്വര്യങ്ങളും സ്ഥാനമാനങ്ങളും സുഖസൗകര്യങ്ങളും എല്ലാം ഏർപ്പെടുത്തി കൊടുത്തു. ഇതൊക്കെ ഉണ്ടായിട്ട് പിന്നെയും അവൻ എന്നിൽ നിന്നും കൂടുതൽ വർധനവും മോഹിച്ചും പ്രതീക്ഷിച്ചും കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ പൂതി വേണ്ട, കല്ല, അങ്ങനെ വേണ്ട, ആ പൂതി വേണ്ട എന്നാണ് അല്ലാഹു തആല പറയുന്നത്. കാരണം
ഇന്നഹു കാന ലിആയാതിനാ അനീദ. അവൻ നമ്മുടെ ആയത്തുകളെ ധിക്കരിച്ച ആളാണ്. അതുകൊണ്ട് ഞാൻ അവനെ അധികം താമസിക്കാതെ തന്നെ കഠിന ശിക്ഷയാകുന്ന കയറ്റം കയറുവാൻ അവനെ നിർബന്ധിതനായി തീർക്കും. ഈ വാക്യങ്ങൾ അവതരിച്ചതിന് ശേഷം ഈ വലീദിൻ്റെ ധനവും അന്തസ്സും പ്രതാപവും ഒക്കെ നഷ്ടപ്പെട്ടു. അവസാനം ദരിദ്രനായി ജീവിതം അവസാനിച്ചു എന്ന് കാണാം. അപ്പോൾ അല്ലാഹു തആല അവിടുന്ന് തുടങ്ങി അവനെ പിടുത്തം. ആഖിറത്തിൽ ഇനി അതിലേറെ കനത്ത ശിക്ഷയുണ്ടാകും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സത്യത്തിലൊരു മനുഷ്യൻ ചെയ്യേണ്ട എന്താണ്? അല്ലാഹു തആല ഇത്രയും നിഅമത്തുകൾ ചെയ്തു കൊടുത്താൽ ബുദ്ധിയുള്ളൊരു മനുഷ്യൻ ചെയ്യേണ്ടത് അംഗീകരിക്കുകയും അള്ളാഹുവിൻ്റെ വഴിക്ക് വരികയാണ്. അതിന് നന്ദിയും കൂറും കാണിക്കുകയാണ് വേണ്ടത്. ഇയാൾ അതിന് നന്ദിയും കൂറും കാണിച്ചില്ല എന്ന് മാത്രമല്ല, റബ്ബിന്റെ എല്ലാ ദൃഷ്ടാന്തങ്ങളെയും പരിശുദ്ധ ഖുർആനെയും തള്ളിപ്പറയുകയും ധിക്കരിക്കുകയും ചെയ്തു. മാത്സര്യ ബുദ്ധിയോടെ പെരുമാറി. വേണ്ട, അതവന് നല്ലതിനല്ല. അത്തരം വ്യാമോഹങ്ങളൊക്കെ അവൻ വിട്ടേക്കട്ടെ. അവനെ നാം വെറുതെ വിടുമെന്ന് കരുതേണ്ട. അധികം താമസിയാതെ തന്നെ അസഹ്യമായ ശിക്ഷ അവന് ലഭിക്കാൻ പോകുന്നു. വലിയ ചുരത്തിൽ, വലിയ മലയിൽ അവനെ നാം നിർബന്ധിച്ച് കയറ്റുന്നു. ഇത് ഇത്തരം ഒരു പ്രശ്നം, ഒരു വിഷയം വലീദ് ബിൻ മുഗീറയുടെ കാര്യത്തിലാണ് ഈ ആയത്തുകൾ അവതരിച്ചതെങ്കിലും ഇതിൽ അടങ്ങിയ തത്വം എല്ലാവർക്കും ബാധകമാണ്. ഇവിടുത്തെ ആക്ഷേപം എല്ലാവരെയും ബാധിക്കുന്ന ആക്ഷേപമാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ അവതരണ പശ്ചാത്തലം എന്തുതന്നെയായാലും അതിലെ നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ് എന്ന്. അപ്പോൾ അള്ളാഹു നൽകിയ സുഖസൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ആസ്വദിച്ചു കൊണ്ടിരിക്കുകയും അതിന് നന്ദി കാണിക്കുന്നതിന് പകരം അള്ളാഹുവിനെയും അവൻ്റെ സന്ദേശങ്ങളെയും ധിക്കരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാ ആളുകൾക്കും, അത് എത്ര വമ്പന്മാരും കൊമ്പന്മാരും ആയാലും ശരി, അവർക്കുള്ള താക്കീതാണിത്. അത് വലീദിനെ കുറിച്ച് മാത്രമല്ല, എല്ലാവർക്കുമുള്ള താക്കീതാണ്. സത്യം കൃത്യമായി മനസ്സിലായിട്ടുണ്ട്, എന്നാലും ഭൗതികമായ ചില താല്പര്യങ്ങൾ മുൻനിർത്തി അത് തുറന്നു പറയാതെ മൂടി വെക്കുന്ന പല ആളുകളെയും ഇന്നും നമുക്കിടയിൽ കാണാം. അതിൽ അറിവില്ലാത്ത ആളുകൾ മാത്രമല്ല, അറിവുള്ള പണ്ഡിതന്മാർ വരെ, പണ്ഡിത വേഷധാരികൾ വരെ ഉണ്ട്. നഅൂദുബില്ലാ. അവരൊക്കെ ഈ വലീദിന്റെ ചരിത്രവും അള്ളാഹുവിന്റെ കണിശമായ ഇത്തരം താക്കീതുകളും എപ്പോഴും ഓർത്തുകൊള്ളട്ടെ എന്നാണ് സാന്ദർഭികമായി പറയാനുള്ളത്. സുബ്ഹാനല്ലാഹ്. ഈ ആയത്തിനു ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആയത്തിറങ്ങിയതിനു ശേഷം വലീദിന്റെ ധനവും മക്കളും അതിലൊക്കെ അധപ്പതനം നേരിട്ടുവെന്നും അങ്ങനെ വളരെ മോശമായ ഒരവസ്ഥയിൽ അദ്ദേഹം മരണപ്പെട്ടു എന്നും ഇമാം മുഖാത്തിൽ റളിയല്ലാഹു അൻഹു പോലെയുള്ള മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ് ഇയാൾ? വലിയ ആളായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അറബി സാഹിത്യത്തിലെ മുടിചൂടാ മന്നനാണ് വലീദ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ കേട്ടപ്പോഴേക്കും അയാളെ മനസ്സിന് ഇളക്കം തട്ടിയത്. ആദ്യം ഭയങ്കര സാഹിത്യകാരനാണ്. ഇസ്ലാമിന്റെ പടത്തലവനായ, ഇസ്ലാമിൽ വളരെ മഹോന്നത സ്ഥാനം വഹിക്കുന്ന മഹാനായ സ്വഹാബി ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പിതാവാണ് ഇയാൾ. ഖാലിദിന് വലീദിന്റെ പിതാവാണ് ആര്? വലീദ് ബിൻ മുഗീറ. സുബ്ഹാനല്ലാഹ്. പക്ഷെ അയാൾ മകന്റെ വഴിയിലേക്കൊന്നും അയാൾ വരാൻ തയ്യാറായില്ല. അയാൾ പ്രവാചകന്റെ കഠിന ശത്രുവായി നിലകൊണ്ടു. സത്യം അയാൾ അംഗീകരിക്കാൻ തയ്യാറായില്ല. മനസ്സിലായി, പക്ഷെ ഈ കോലത്തിലാണ് ഉണ്ടായത്. ഖുറൈശി ഗോത്രത്തിലെ പ്രശസ്തമായ ഗോത്രമാണ്, പ്രശസ്തമായ ശാഖയാണ് ബനു മഖ്സൂം. ഖുറൈശി ഗോത്രത്തിലെ വളരെ പ്രസിദ്ധമാണ് ബനു മഖ്സൂം എന്ന വിഭാഗം. ആ ഗോത്രത്തിലെ അതീവ ധനാഢ്യനായ, മക്കയിലെ പൗരപ്രമുഖനായ, അറബി സാഹിത്യത്തിലെ മുടിചൂടാമന്നനായ വലീദ് ബിൻ മുഗീറ, ഈ ഒരു ഇത്രയും കടുത്ത ആക്ഷേപത്തിനും ഇങ്ങനെയുള്ള ഒരു നിന്ദ്യമായ അവസാനത്തിനും കാരണമായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവമാണ് അല്ലേ? എന്താണ് പറയുക, പരിശുദ്ധ ഖുർആനിനെ എങ്ങനെ നിഷേധിക്കണം എന്ന് മുശ്രിക്കുകളുമായി നടത്ത ചർച്ചയിൽ കൊടുവിൽ അവസാനം സിഹ്റാണ് എന്ന് പറഞ്ഞതാണ് അതിന് കാരണമായത്. നാട്ടിലുള്ള തൻ്റെ സ്വീകാര്യത നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട് സ്വന്തം മനസ്സാക്ഷിക്ക് വിരുദ്ധമായി ഖുർആൻ മാരണമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് ചെയ്തത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സ്വന്തം മനസ്സാക്ഷിയെ വഞ്ചിച്ച് ജനങ്ങളുടെ ആനുകൂല്യത്തിനു വേണ്ടി, നേതൃസ്ഥാനം നിലനിർത്താൻ വേണ്ടി കൃത്രിമമായ ഇത്തരം അഭിനയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക. ഇത്തരം കടുത്ത അമർഷത്തോടെയുള്ള അള്ളാഹുവിൻ്റെ താക്കീതുകൾ അവർ മനസ്സിലാക്കുകയും ചെയ്യുക. എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. മുഹമ്മദിനെതിരെ എന്തെങ്കിലും ഒന്ന് പറയണം സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തെങ്കിലും പറയാതെ ആളുകൾ നിന്റെ കാര്യത്തിൽ ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല എന്ന് അബൂജഹൽ പറഞ്ഞപ്പോൾ വാശി പിടിച്ചപ്പോഴാണ് എന്നായിക്കോട്ടെ
ആദ്യം കുറേയൊക്കെ പറഞ്ഞു, ഞാനത് കേട്ടത് നിങ്ങൾ കേട്ട മാതിരി ഒന്നല്ല, അതെന്തോ ഒരു അത്ഭുതമുള്ള സംഗതിയാണെന്നൊക്കെ പറഞ്ഞെങ്കിലും അബൂജഹൽ വിടാതെ പിന്തുടർന്നപ്പോൾ അവസാനം പറഞ്ഞു, എന്നാൽ ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്ന്. എന്നിട്ട് കുറേ ആലോചിച്ച ശേഷം പറഞ്ഞതാണ് സിഹറാണ് എന്ന്. ഇതാണ് ഈ ഒരു സംഭവമാണ് ഇനിയുള്ള ആയത്തുകളിൽ അല്ലാഹു തആല പറയുന്നത്. വാളെടുത്ത് നേരിൽ യുദ്ധം ചെയ്യുകയും മുഖാമുഖമായി പലതരം അക്രമങ്ങൾ അടിച്ചുവിടുകയും ചെയ്യുന്ന എത്രയോ ശത്രുക്കൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ മനസ്സാക്ഷിയെ വഞ്ചിച്ച, ഇത്രയും പരസ്യമായി സത്യത്തെ മൂടിവെച്ച ധിക്കാരികളായ നേതാക്കൾ ഈ വലീദിനെ പോലെ അധികമാരും അന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ശിർക്കിൻ്റെ ഇതര നേതാക്കളെക്കുറിച്ചൊന്നും കാണാത്ത അത്ര ശക്തമായ ഭാഷയിൽ അള്ളാഹുവിനെ ആക്ഷേപിക്കുന്നത്. ഇൻഷാ അല്ലാഹ് 18 മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.